ഇനി നമുക്ക് ചലച്ചിത്ര സംഗീത സംവിധായകൻ വേണി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ടാൻസൺ വേണിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. നമസ്കാരം ശ്രീ വേണി. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഒരുപാട് സന്തോഷം. 24 മെരി ക്രിസ്മസ് ടാൻസൺ വേണി. എല്ലാവർക്കും ക്രിസ്മസ് പങ്കുവെക്കുന്ന ക്രിസ്മസ് ആശംസകൾ നേരുന്നതിൽ. പുതിയ പാട്ടുകൾ വല്ലതും ചെയ്തോ? ഒരു പുതിയ ക്രിസ്മസ് പാട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്തവണ ഒരു പ്രത്യേക തരം പാട്ടുകളാണ് ഇത്. സാധാരണയുള്ള കരോൾ ഗാനങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടും വെസ്റ്റേൺ ഓർക്കസ്ട്രേഷനിൽ ഒരു പുതിയ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാടാം ഇപ്പൊ. ആയിക്കോട്ടെ. അത് ഈ മകനും കൂടെ ചേർന്നാണോ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാ? ഓക്കെ, അത് അതിന്റെ മെയിൻ പ്രധാന സിംഗർ ഞാനും മോനും കൂടിയാണ് ഇപ്പൊ ചെയ്യാറ്. പക്ഷെ മകനാണ് ഇതിൽ പാട്ട് പാടിയിരിക്കുന്നത് മെയിൻ ആയിട്ട്. പിന്നെ ട്യൂട്ടേഴ്സ് വാലി ഓൺലൈൻ അക്കാഡമി ലോകമുള്ള പല രാജ്യങ്ങളിലുള്ള കുട്ടികളെ കൊണ്ടും കൂട്ടമായിട്ട് ചെയ്യൂ, അങ്ങനെ നിർബന്ധമുണ്ടോ? ഒരാൾ കൂടെ മസ്റ്റായിട്ട് വേണം. ബേണിയാൻ ടാൻസൺ ഇപ്പൊ അങ്ങനെയാണ്. ബേണിയാൻ ടാൻസൺ. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടുപേര് വേണേ അതിൽ പാടാം. ഇപ്പൊ പാടിയിരിക്കണ രണ്ടുപേര് പല്ലവി മാത്രം പാടാം. ഓ ആയിക്കോട്ടെ. മഞ്ഞണി വഴികളിൽ മണിരവം നറുമുന്തിരി വനികളിൽ പാടിയ കളകളം ഹിമതടത്തിലെ കനകവാളുകൾ ചുറുചുറുക്കുമാ ഉലകിലോട്ടുമാ തെല്ലും വണ്ടിത്താളം കേട്ടില്ലേ സിയോൻ താരം പ്രഭാപൂരം ചൊരിഞ്ഞു മണ്ണും മുറ്റത്ത് സമാധാനം സകലരിലും അരുളി വന്നേ ക്രിസ്മസ്. ഫുൾ ഓർക്കസ്ട്രയോടെ ഫുൾ കോറസോടെ കേൾക്കണം. അപ്പോഴാണ് അതിന്റെ മനസ്സിലായി. പൊളിച്ചു രണ്ടുപേരും പൊളിച്ചു. വേണി സാറും പൊളിച്ചു, വേണി സാറിന്റെ മകൻ ടാൻസൺ വേണിയും പൊളിച്ചു. അപ്പൊ താങ്ക് യു. അപ്പൊ നല്ല നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സപ്പോർട്ട് എപ്പോഴും അങ്ങോട്ട് ഉണ്ടല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ കരോൾ എന്ന് പറയുമ്പോ പറഞ്ഞോളൂ കേൾക്കുന്നു. എന്താണ്? അല്ല, ഒന്നും പറഞ്ഞില്ല. കരോൾ എന്ന് പറയുമ്പോ പൊതുവെ സാധാരണ ജനങ്ങൾക്ക് നല്ല പാട്ട് കേട്ട് ഇങ്ങനെ സന്തോഷിക്കുക എന്നുള്ളതല്ല. ശരിക്ക് 2000 കൊല്ലം മുമ്പ് മാലാഖമാർ പാടി അടടയന്മാരെ കേൾപ്പിച്ച പാട്ടാണ് ആദ്യത്തെ കരോള്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അവിടെ നിന്ന് തുടങ്ങിയ കരോൾ ഞാൻ കുറെ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 2025 വരെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ എല്ലാ ഉത്സവങ്ങളിലും അതിൻ്റെതായിട്ടുള്ള പാട്ടുകൾ ആ സമയത്ത് വരും. അതിൻ്റെയൊക്കെ നന്മകളും അതിൻ്റെ സന്തോഷവും ഒക്കെയാണ് മനസ്സിൽ ഒരുപാട് നിറഞ്ഞിട്ട് മനുഷ്യൻ നല്ല മനുഷ്യരാകുന്നത്. അതേപോലെയാണ് കരോളിൻ്റെ വെറുതെ ട്യൂൺ കേൾക്കാണ്ട് അല്ലെങ്കിൽ ആൾക്കാർ ഡാൻസ് ചെയ്യണ കാണാൻ അത് മാത്രം കാണാണ്ട് അത് കാണണം. പക്ഷേ ഒപ്പം അതിൻ്റെ ഉള്ളിലുള്ള ആശയം, അതിനുള്ള നന്മകൾ നമ്മൾ സ്വാംശീകരിച്ചിട്ട് നല്ല മനുഷ്യരായി തീരാനുള്ള ഒരു ആഹ്വാനമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ കരോള് കേൾക്കാൻ സാധിച്ചത് ആട്ടിടയന്മാർക്ക് മാത്രമാണ്. ഒരു നിർമ്മല മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അതേപോലെ നിർമ്മലരായിട്ട് ഇനിയും ജീവിക്കാം എന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഓക്കെ, സന്തോഷം ശ്രീ ബേണി. അതുപോലെ ടാൻസൺ ബേണിക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.